ഹലോ ഗായ്സ്, നമുക്ക് കുറച്ച് നാളത്തേക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോയാലും എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണമാണ്. മേവ കൺവെൻഷൻ സെൻറ്റർ പാലച്ചിറ വെച്ചിട്ടായിരുന്നു കല്യാണം. ചെന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ ജ്യൂസ്, ചായ, പാട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കഴിഞ്ഞ് നമ്മൾ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു ഹോളാണ്. അതേപോലെ ഈ ആൾക്കൂട്ടത്തിനിടയിലാണ് നമ്മളെ റിലേറ്റീവ്സ് ബന്ധുക്കൾ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നത് നോക്കുകയാണ്. അവസാനം എല്ലാവരെയും കണ്ടിട്ട് അപ്പോഴാണ് ഫ്രണ്ടിൽ സ്ക്രീനിൽ അവരുടെ സേവ് ദ ഡേറ്റ് വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അത് കണ്ടുകൊണ്ട് ഇന്നപ്പോഴാണ് തൊട്ട് പുറകിൽ ഒരു ഗ്യാങ്, അച്ഛൻ, കൊച്ചച്ഛൻ, മാമൻ, പിന്നെ കുഞ്ഞുമണി അച്ഛൻ്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് അച്ഛമ്മ വിളിച്ചിട്ട് എന്തൊക്കെ പറയും. അടുത്തതായി ഇപ്പോൾ പെണ്ണിൻ്റെ ടീംസ് വന്നാൽ ഡാൻസും പല്ലക്കും കാര്യങ്ങളായിട്ട് പിന്നെ അവിടെ പൂക്കുറ്റി പൊട്ടിക്കലായിരുന്നു. പൂക്കുറ്റി പൊട്ടിച്ചപ്പോൾ തന്നെ കുഞ്ഞുമണി എന്ത് പൊളിക്കായിരുന്നു. എന്ത് കല്യാണം! അവിടെ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ ഒരാൾ ഫ്രീ ഫയർ കളിച്ചുകൊണ്ടിരിക്കുക. എന്തല്ലേ! പിന്നെ നമ്മൾ കണ്ടുവരുന്ന ശീലമാണല്ലോ, ഒരു സൈഡിൽ നമ്മൾ താരയായിട്ട് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സദ്യ കഴിക്കാൻ പോകണം. പിന്നെ അവിടെ പന്തിയിൽ ആളുകൾ കുറഞ്ഞു വരും. ഇനി എൻ്റെ കുറച്ച് ഷോക്കാണ്, കുറച്ച് ഫോട്ടോസ്, കുറച്ച് വീഡിയോസ് അങ്ങനെ നിൽക്കുന്നു അറിയണ്ടല്ലോ. ഫോട്ടോ ശരിക്കായിപ്പോയി, എന്താ ചെയ്യുക. ഫസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സദ്യ. എൻ്റെ മോനെ, സദ്യ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു സദ്യ. എത്ര കൂട്ടം സാധനങ്ങളാണെന്ന് അറിയുമോ. മെനു കാർഡ് കണ്ടു. പ്രകാശ് കാറ്ററിംഗ് എന്നാണ് അവരുടെ കാറ്ററിംഗ് സർവീസിൻ്റെ പേര്. അത്യാവശ്യം 18, 20, 25 എത്രയോ കൂട്ടങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പരിപ്പ് വന്നു, സാമ്പാർ വന്നു. സാമ്പാർ ഞാൻ കൂട്ടിയില്ല, എന്തോ സദ്യക്ക് സാമ്പാർ കൂട്ടാറില്ല. അത് കഴിഞ്ഞ് പഴമൊക്കെ ഇങ്ങനെ വെച്ച് അട വന്നു. അട എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അത് കഴിഞ്ഞ് കടലയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പൈനാപ്പിൾ വന്നു. അത് കഴിഞ്ഞ് ബോളി വന്നു. അത് കഴിഞ്ഞ് പായസം, ലെമൺ പായസം. അത് കുറച്ച് ചോറും കുറച്ച് പുളിശ്ശേരി, രസവും, മോരും. സബാഷ്, സദ്യ കഴിഞ്ഞു.